ഇന്ന് ഞാൻ എൻ്റെ റോക്കറ്റ് ഷോപ്പ് റീഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ റോക്കറ്റ് ഷോപ്പ് തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിട്ട് ബിൽഡ് ചെയ്തായിരുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ആ സെയിം ടൈമിലാണ് എൻഡ് ഓപ്പൺ ആയിരുന്നത്. അപ്പൊ എല്ലാരും ഡ്രാഗനെ കൊന്നതിന് ശേഷം എലൈട്ര കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് പോകും. അപ്പൊ പെട്ടെന്ന് തന്നെ അവർക്ക് റോക്കറ്റും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ഞാൻ ബിൽഡ് ചെയ്യാൻ പോണ വലിയൊരു റോക്കറ്റ് എനിക്ക് ആ ഒരൊറ്റ ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്ക് കാണുന്ന തട്ടിക്കൂട്ട് ഷോപ്പ് ബിൽഡ് ചെയ്തായിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഈ റോക്കറ്റ് ഷോപ്പ് റീഡിസൈൻ ചെയ്യാൻ പോണ്. അതും ഒരു വലിയൊരു റോക്കറ്റ് ആയിരിക്കും. അത് ഞാൻ ഇവിടെ അല്ല ബിൽഡ് ചെയ്യാൻ പോണത്, നേരെ ഇവിടെയോ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിലായിരിക്കും ബിൽഡ് ചെയ്യാൻ പോണത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് ഞാൻ റീക്യാപ്പ് തരാം. ഇതേക്കുന്ന അതും ഇതും അതും എന്റെ ഷോപ്പ് തന്നെയാണ്. ഞാൻ ഈ 4 പ്ലോട്ടുകൾ മേടിച്ചിട്ട് അവിടെ ഷോപ്പ് ഇടാൻ പോവുകയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ബിൽഡ് ചെയ്യാൻ പോണ റോക്കറ്റ് ഈ ഒരൊറ്റൊരു പ്ലോട്ടിൽ ഒതുങ്ങൂല. വളരെ വലിയൊരു ബിൽഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ അവിടെ ആയിരിക്കും ബിൽഡ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ റിസോഴ്സസിന്റെ ആവശ്യമുണ്ട്. അതിൽ ഒരു റിസോഴ്സ് ആണ് വൂള്. ഞാൻ ഇഷ്ടം പോലെ വൂള് വെച്ചിട്ടായിരിക്കും ഈ ഒരു റോക്കറ്റ് ബിൽഡ് സെറ്റ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫാമിന്റെ ആവശ്യമുണ്ട്. ആ ഒരു ഫാം ഈ ഒരു സെർവറിൽ ഒരുത്തനെ ബിൽഡ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാന്. അവന് കുറെ പേർക്ക് ഫാം ബിൽഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ഒരു ഫാം അവൻ തന്നെ ചെയ്തോട്ടെ എന്ന്. അതിന്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് അവൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ബേസിന്റെ കുറെ ഫാം സെറ്റ് ചെയ്യണ സ്ഥലത്തോട്ടൊന്ന് പോയി നോക്കട്ടെ, അവൻ എന്തൊക്കെ സെറ്റ് ചെയ്തു എന്ന് എനിക്ക് കാണണം. ഓക്കെ, ഞാൻ എന്റെ ബേസിലെത്തിയിട്ടുണ്ട്. എന്റെ ഫാം ബിൽഡ് ചെയ്യണ സ്ഥലം ദേക്കുന്ന ഇവിടെയാണ്. ദേക്കുന്ന അവിടെ ആ ഫാമും കിടക്കുന്നുണ്ട്. അവന് കുറെ ഷീപ്പിന് ബ്രീഡ് ചെയ്ത് അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ ഒരു ഫാം റെഡി ആയിട്ട് വേണം റോക്കറ്റ് ഷോപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആ റോക്കറ്റ് ഷോപ്പ് മാത്രമല്ല ബിൽഡ് ചെയ്യണം, അതിനുശേഷം ഒരു വൂൾ ഷോപ്പ് കൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടം പോലെ വൂള് ആ ഒരൊറ്റ ഫാമിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ വൂളൊക്കെ ഞാൻ നൈസായിട്ട് ഷോപ്പ് കൊണ്ടുപോയി വിൽക്കും. അതിൽ നിന്നും കുറെ ടീ കോയിൻസ് ഉണ്ടാക്കും. ഈ ഒരു ഷോപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവന് 20 ടീ കോയിൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇത് കണ്ട നമ്മുടെ ഷുഗർ കെയിൻ ഫാമും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ആകെ ഒറ്റ മെഷീൻ മാത്രമേ ഇവിടെ ഉണ്ടാക്കിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ദേക്കുന്ന മേലോട്ട് 4 എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട്. അൾട്രാ കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഷുഗർ കെയിൻ ഫാം ആക്കിയിട്ടുണ്ട് ഞാനിത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ റോക്കറ്റ്സ് നമ്മുടെ റോക്കറ്റ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനിതേ റോക്കറ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് പോയിട്ട് കളക്ട് ഏർണിങ്സ് ചെയ്താൽ 7 ടീ കോയിൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കുറെ ബൾക്ക് ഓർഡേഴ്സും വന്നായിരുന്നു. 4 ഡബിൾ ചെസ്റ്റ് കംപ്ലീറ്റ് റോക്കറ്റ്സ് കൊടുക്കാനുള്ള ഓർഡറൊക്കെ ഓൾറെഡി വന്ന് ഞാൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ടീ കോയിൻസ് കിട്ടിയിട്ടുണ്ട്. എന്റെ വുഡ് ഷോപ്പിൽ എന്തെങ്കിലും കച്ചവടം ഉണ്ടോ എന്ന് നോക്കട്ടെ. ആകെ ഒറ്റ ലാർജ് ടീ കോയിൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വുഡ് ഷോപ്പിൽ ഇപ്പോൾ ആദ്യത്തെ അത്ര കച്ചവടം വരുന്നില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്. നിങ്ങൾ അവിടെ കാണുന്നതാണ് പോഷൻ ഷോപ്പ്. ഈ ഒരു പോഷൻ ഷോപ്പ് മെർക്കറിസ് സെറ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബീക്കൺ ഷോപ്പാണ്. ബീക്കൺ 25 ടീ കോയിന് വിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ ബ്ലോക്ക് ഓഫ് അയണും വിൽക്കുന്നുണ്ട്. അവിടെ ടോട്ടം ഷോപ്പ് ഉണ്ട്. ഇവിടെ നമ്മളെ നെതർ പോർട്ടലൊക്കെ ബിൽഡ് ചെയ്ത് വെച്ച ഒരു ഏഷ്യൻ മാർക്കറ്റിന്റെ സെൻട്രൽ ഹബ്ബ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സെർവറിൽ കുറച്ച് ആഡ് ഓൺസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് നെതർ പോർട്ടൽ ഏത് ഷേപ്പിലും ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമാണ്. പ്യുവർ വാനില എല്ലാവർക്കും മടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നല്ല രസമാണ് കളിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ദേക്കുന്ന നെതർ ഹബിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെർവറിലെ നെതർ ഹബ്ബ്. ഇത് കണ്ട എന്താ അടിപൊളിയാന്ന് നോക്കിയ. ഈ സൈഡിൽ സോൾസ് ആൻഡ് വാലിന്റെ ഒരു പോർഷൻ ഉണ്ട്. അവിടെ നെതർ വാർട്ടിന്റെ ബയോം ഉള്ള പോർഷൻ ഉണ്ട്. അവിടെ വാർപ്ഡ് ബയോമിന്റെ പോർഷൻ ഉണ്ട്. ഇവിടെ ബസാൾട്ട് ബയോമിന്റെ പോർഷൻ ഉണ്ട്. ഇഷ്ടംപോലെ ഡെബ്രിസും ഉണ്ട് അവിടെ. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു നെതർ ഹബ്ബാണ് തറവാട് സീസൺ 3 നമ്മളെല്ലാരും സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റ് ഗോസ് ടു മെർക്കറിസ്, മീ ആൻഡ് ഫാദി. എന്തായാലും ഇതിന്റെ മെയിൻ ഡിസൈൻ ഒക്കെ ആലോചിച്ച് കുറെ ബിൽഡ് ചെയ്തത് ഫാദി എന്ന് പറഞ്ഞ മച്ചാനാണ്. അവന് ദേക്കുന്നത് അവന്റെ ബേസിലോട്ടുള്ള പോർട്ടലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട അവന്റെ ബേസിലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മൾ അവന്റെ ബേസിലെത്തിയിട്ടുണ്ട്. ഇതാണ് ലവന്റെ ബേസ്. എന്തായാലും ഞാൻ തിരിച്ചു കയറാം. നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ എല്ലാവരുടെ ബേസും എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പൊ അതിനുള്ള ടൈമില്ല. എന്തായാലും ഈ സെർവറിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ ഞാൻ പുതിയ എപ്പിസോഡ്സിലായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ആ ഒരു ഷീപ്പ് ഫാം സെറ്റ് ആയതിനു ശേഷം ഞാൻ റോക്കറ്റ് ഫാം സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്തായാലും റോക്കറ്റ് ഫാമിന്റെ ടൈം ലാപ്സ് ഒന്ന് കണ്ടിച്ചു പോവാം.
അപ്പൊ ട്രാറ്റിക്ക് ഈ ഒരു ബിൽഡ് കണ്ടിട്ട് എനിക്ക് എന്താണ് തോന്നുന്നത്? അത്ര മോശമാണെന്നാണ് നീ പറയണത്? ഒരിക്കലും അത്ര കിടിലോ. എനിക്കത് കേട്ടാ മതി. ഫേവറേറ്റ് ഓ, ഇവന് ഞാനിന്ന് കുറച്ച് ഡീകോയ് കൊടുക്കും ഗൈസ്. അപ്പോ ഇത് നമ്മുടെ ഈ ഒരു സെർവറിലെ ഒരു മെയിൻ കോർ മെമ്പർ ആണ്, ഇവരാണ് ട്രാറ്റിക്. എന്തായാലും ഗൈസ് നമ്മുടെ റോക്കറ്റിന്റെ ബിൽഡ് കംപ്ലീറ്റ്ലി തീർത്തിട്ടുണ്ട്. ആൻഡ് എന്റെ വോയിസ് ചെറുതായിട്ടൊന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും, അതെനിക്ക് പനി ഉണ്ടായതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഇനി ഞാൻ ഇതിന്റെ ഇന്റീരിയറിംഗ് കാണിച്ചു തരാം. നമ്മുടെ ഏഷ്യൻ മാർക്കറ്റിൽ ഞാൻ ഒരു എക്സ്ട്രാ പുതിയ ഫീച്ചർ കൂടെ ആഡ് ചെയ്തായിരുന്നു. പണ്ട് മുതലുള്ള ഫീച്ചറാണ്, അതായത് നമ്മുടെ വൂഡ് എലിവേറ്റർ എന്നാണ് പേര്. ഞാൻ ഇതിന്റെ മേലെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ട് പോയാൽ ദേക്കുന്നു ഞാൻ മേലോട്ട് ടെലിപ്പോർട്ട് ആകും, ദൈവന് ചെയ്യുന്ന പോലെ തന്നെ. നമ്മുടെ ഈ ഒരു സെർവറിൽ ഇതേപോലത്തെ ഇഷ്ടം പോലെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ വയ്യേ നിങ്ങൾക്ക് എല്ലാതും കാണിച്ചു തരാം. സോ ബേസിക്കലി ഞാൻ എന്റെ ഈ ഒരു റോക്കറ്റ് ഷോപ്പിൽ ഇതേക്കുന്ന ഈ ഒരു TNTയും അതുപോലെ തന്നെ ഈ ഒരു റോക്കറ്റും സെല്ല് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഷോപ്പ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഗൈസ് ഇതാണ് നമ്മുടെ റോക്കറ്റ് ഷോപ്പ്. അതുകൂടെ തന്നെ ഈ ഒരു സെർവറിൽ ഇഷ്ടം പോലെ വേറെയും കുറെ ബിൽഡുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. അതിലെ ആദ്യത്തെ ബിൽഡാണ് ദേക്കുന്നത് നമ്മുടെ വൂൾ ഷോപ്പ്. ദേക്കുന്നത് ഈ ഒരു വൂൾ ഷോപ്പ് ട്രാറ്റിക്കിൻ്റെതാണ്. അത്യാവശ്യം വലിയൊരു ബിഗ് സെറ്റപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അതുകൂടെ തന്നെ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വലിയൊരു മെഗാ സാധനം ഉണ്ട്. അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരൂല, അതൊരു സീക്രട്ട് ആയിട്ടുള്ള സാധനമാണ് അടുത്ത എപ്പിസോഡിൽ വരാൻ വേണ്ടിയിട്ട്. അതിന്റെ ബിൽഡ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, അത് വരുമ്പോ നിങ്ങൾ എന്തായാലും നെട്ടും. സോ ഇതാണ് നമ്മുടെ ട്രാറ്റിക്കിന്റെ വൂൾ ഷോപ്പ്. ഇവിടെ പ്രൊഡക്ഷൻ അല്ല ഉള്ളത്, ഇവിടെ കംപ്ലീറ്റ് വൂളിന്റെ പ്രൊഡക്ഷൻ നടക്കും. അതായത് ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫാമിന്ന് ഡയറക്റ്റ് എല്ലാ വൂൾസും തേക്കുന്ന നമ്മുടെ ഈ ഒരു ഷോപ്പിലോട്ട് വന്നിട്ട് കണക്ട് ആവും, അങ്ങനല്ലേ? നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് സ്റ്റോക്ക് ഒന്നും ചെയ്യണ്ട, ഒക്കെ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കും. എക്സാക്ട്ലി. ആൻഡ് അതുകൂടെ തന്നെ ഇവിടെ കംപ്ലീറ്റ് വൂൾസും ഇവിടെ ഇവൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ടൈം എടുത്താ ഇത് ബിൽഡ് ചെയ്യാൻ? ആൻഡ് നമ്മുടെ അടുത്ത ഷോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ ട്രാറ്റിക് ഉണ്ടാക്കിയ ഷോപ്പ് തന്നെയാണ്. ഇവിടെ കിടക്കുന്ന വലിയൊരു ലൈറ്റ് ഷോപ്പ്. ഇവിടെ ഇനിയും ഇഷ്ടം പോലെ ഐറ്റംസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ എന്ത് കിടിലം ബിൽഡാണ് മോനെ. നമുക്ക് ഈ ഒരു സെർവറിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പുതിയ ലൈറ്റ് വേണമെങ്കിൽ ഇതേക്കുന്ന ഈ ഷോപ്പിലോട്ട് വരുന്നു, വേണ്ട സാധനം മേടിക്കുന്നു, പോകുന്നു. ലൈറ്റ് റോഡ് ഉണ്ട്, ഗ്ലോ സ്റ്റോൺ, സീലാൻഡ്, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇഷ്ടം പോലെ ഫ്രോഗ് ലൈറ്റ്സ് ഉണ്ട് അവിടെ. എന്റെ ഡെയിലി ടീകോയിനും കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ അതേക്കുന്ന അതൊന്ന് കളക്ട് ചെയ്യട്ടെ. ഓക്കെ, ഇന്നത്തെ 11 ടീകോയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു സെർവറിൽ വന്ന പുതിയൊരു ലൈറ്റിന്റെ ഷോപ്പ്. അത് അല്ലാതെ വേറെ ഷോപ്പ് ഇതേക്കുന്ന 11 തന്നെ അവിടെ വേറെ സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഹിയർ വി ആർ, നമ്മുടെ എലൈട്ര ഷോപ്പിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വലിയൊരു ഷൾക്കർ ഷോപ്പും ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലോട്ട് വരുന്നു, ഇഷ്ടം പോലെ ഷൾക്കർ മേടിക്കുന്നു, പോകുന്നു. ഇതേക്കുന്ന അവിടെ ഇഷ്ടം പോലെ ഷൾക്കേഴ്സ് ഇതേക്കുന്ന വിൽക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷൾക്കർ ഇവൻ തേക്കുന്ന കൊടുക്കുന്നുണ്ട്. പ്രത്യേകത ഉണ്ട്, ഇത് ടോട്ടൽ 9 കളേഴ്സ് ഉള്ളത്. കാരണം നമുക്ക് എൻട്രജസ്റ്റിൽ ടോട്ടൽ 9 സ്ലോട്ട് ആണല്ലോ. യെസ്, ബേസിക്കലി ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മുടെ എൻഡർ ചെസ്റ്റിൽ 9 കോളംസ് ഉണ്ടാവും. സോ 9 കോളംസിന് വേണ്ടിയിട്ടും 9 ടൈപ്പ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഷൾക്കർ ബോക്സസ് ഇവൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സത്യം പറയാലോ അത് ആക്ച്വലി നല്ലൊരു ഫീച്ചറാണ്. അത് ഉണ്ടായതുകൊണ്ട് ഇനി നമ്മുടെ എല്ലാവരും എൻഡർ ചെസ്റ്റ് കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു കിഡിലം ഐറ്റം ഈ ഒരു സെർവറിൽ കാണിച്ചു തരാൻ പോകുന്നത്. ദ തിങ് ഈസ് നമ്മുടെ ഹെഡ് ഓഫ് ദ ബിൽഡിംഗ് ട്രാറ്റിക് തന്നെയാണ് അതും ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഞാനും കുറച്ച് ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിനക്കറിയില്ലേ ട്രാറ്റിക് എന്താണ് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോണതെന്ന്? ഓ, കുറെ ഉണ്ടാക്കിയതുകൊണ്ട് എന്താ ഓർമ്മയില്ല. ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ സെർവറിലെ കസ്റ്റം വില്ലേജ് ആണ് ഗൈസ്. ആൻഡ് ദിസ് ഈസ് അവർ കസ്റ്റം വില്ലേജ് ഗൈസ്. നമ്മുടെ തറവാടിന്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കസ്റ്റം വില്ലേജ് ഉള്ളത്. ഇതേക്കുന്നു വലിയൊരു ക്ലോക്ക് ടവർ ഒക്കെ ഇതേക്കുന്നു തെറിച്ച് നിൽക്കുന്നത്. അവിടെ സ്റ്റിൽ വർക്ക് ഓൺ പ്രോഗ്രസ് ആണ് ഗൈസ്. ഇനി ഞാൻ ഇതിന്റെ ഉള്ളിലോട്ട് കയറുന്നു. എന്റെ മോനെച്ചാതി ലുക്ക് കണ്ട. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ വില്ലേജ്. ഇവിടെ ഇനിയും ഇഷ്ടം പോലെ പരിപാടികൾ ചെയ്യാണ്ട്. അതായത് നമ്മുടെ ഈ റോഡൊക്കെ ഇങ്ങനെയല്ല വരിക, നമ്മുടെ ഏഷ്യൻ മാർക്കറ്റിലുള്ള പോലെ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റോഡായിരിക്കും ഇവിടെ വരിക. കുറെ കോബിൾ സ്റ്റോൺ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഇവിടെ വരും. അതുപോലെ തന്നെ ഇവിടെ കസ്റ്റം ആയിട്ടുള്ള ട്രീസ് തേക്കുന്നത്, അവിടെ ഒരു കസ്റ്റം ട്രീ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലായിടത്തും ഒരു ഇനിയും ഇഷ്ടം പോലെ കസ്റ്റം ട്രീസ് വരും. അതിന്റെ മെയിൻ ബിൽഡർ തേക്കുന്ന ഓടി വരുന്നില്ല. ശരിക്കും പറഞ്ഞാല് ജസ്റ്റ് നോർമൽ വില്ലേജ് അല്ല, ഒരു കംപ്ലീറ്റ് സിവിലൈസേഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ഇത് ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓ, നീ അവിടെ വില്ലേജറിനെ സെറ്റ് ചെയ്തില്ലേ? ആൻഡ് ഇത് കണ്ട ഇതിന്റെ വൈബ് സത്യം പറയലോ നമ്മുടെ സെർവറിലെ വൺ ഓഫ് ദ
ബെസ്റ്റ് ഭയങ്കര വൈബ് കിട്ടുന്ന പ്രൊജക്ട് ഇതാണ് ഗൈസ്. ഇവിടെ ഇതിന്റെ എല്ലാ പണിയും കൂടി കഴിഞ്ഞാൽ മോനെ ഇത് കാണാൻ അടിപൊളിയായിരിക്കും. പിന്നെ കുറച്ചുകൂടി കൺജസ്റ്റഡ് ഫീൽ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി ഒരു വില്ലേജ് ഫീൽ വരണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഞാനിപ്പോ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ദേക്കുന്ന ഇതിലൂടെ വന്നാല് ഇത് കണ്ട എന്ത് വൈബ് ലുക്ക നോക്കി, ചെറിയൊരു പാത്തിലൂടെ കറക്റ്റ് വില്ലേജ് ഫീല്. അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഗൈസ്. അടുത്ത എപ്പിസോഡിൽ ട്രാഫിക്കിനും കൂട്ടണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ ബൈ 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 പറ ബൈ ബൈ. തരാ.